കണ്ടാ തോന്നും ഇവിടെ ആരോ മരിച്ചു കിടക്കുന്നത് പോലെ. സെന്റ് ഓഫ് അല്ലേ, ഒന്ന് എൻജോയ് ചെയ്തൂടെ? ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവും. ഈ റോസാപ്പൂ കളയരുത്, ഇതെന്റെ ഹൃദയമാണ്. നാട്ടിലൊക്കെ ഇതിന് പറയുന്ന റോസാപ്പൂ എന്നാണ്. എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. നമുക്ക് നമ്മൾ രണ്ടുപേരുള്ള ആ സ്വപ്നതുല്യമായ നിമിഷത്തേക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ നമ്മൾ പിരിയാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. നീ നാടകവേദന പഠിക്കാത്ത കാര്യം പറയാം. ഐ ലവ് യു. എടാ, ഇതേ ഡയലോഗല്ലേ നീ ഇന്നലെ ഐശ്വര്യനോട് പറഞ്ഞത്? അത് നിന്നോട് എങ്ങനെ പറയണമെന്ന് പറഞ്ഞു പഠിച്ചതാ. അത് നീ പറയാൻ പഠിച്ചിട്ടാ നിന്റെ റോസാപ്പൂ. നീ ഭൂലോക തോൽവിയാണല്ലോ. ഇതൊന്നും ഒരു തോൽവിയല്ല. ഓരോ പ്രപ്പോസലിൽ നിന്നും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിച്ച് ഞാൻ ഒരാളെ വീഴ്ത്തും. എന്നിട്ട് നിന്റെ മുന്നിൽ കൂടെ ഞാൻ ബാലൻസ് നടന്ന് കാണിച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്കൊരുപാട് കഥകളും കവിതകളും പറഞ്ഞു തന്ന ബാലൻ മാഷിനെ വേദിയിലേക്ക് ക്ഷണിക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 7, 2, 9 വർഷത്തെ അധ്യയനം കഴിഞ്ഞ് നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് വിടവാങ്ങുകയാണ്. ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പഠിച്ചതും ആർജിച്ചതും നേടിയെടുത്തതും പാഠപുസ്തകത്തിൽ നിന്ന് പുറത്തുള്ള കാര്യങ്ങളും എല്ലാം കൂട്ടിച്ചേർത്ത് നിങ്ങൾക്കൊരു നല്ല മനുഷ്യനായി തീരാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഞാൻ ഈ വേളയിൽ ആശംസിക്കുന്നത്. അടുത്തതായി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ചിരി മാഷ്. ടീച്ചേഴ്സൊക്കെ അവരുടെ അനുഭവം നമ്മളോട് പറഞ്ഞു, നിങ്ങളുടെ അനുഭവം പറഞ്ഞു. നമുക്ക് എന്താണ് കേക്ക് മുറിച്ച് നിങ്ങൾക്കുള്ള വിജയ പാർട്ടി അവിടെ ഉണ്ട്, നമുക്ക് അവിടേക്ക് പോവാം. പ്രിയപ്പെട്ട എൻ്റെ കൊച്ചു കൂട്ടുകാരെ, ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്, പഠനം എന്ന് പറഞ്ഞാൽ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും നമ്മളെ ശക്തരാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ സ്കൂളിൽ നിങ്ങൾക്ക് കായിക പരിശീലനം ലഭിച്ചിട്ടുണ്ട്. കരാട്ടെ പോലെയുള്ള സ്വയം പ്രതിരോധ ശേഷി നേടുന്നതിനുള്ള കരാട്ടെ പോലെ പരിശീലനം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നീന്തൽ പരിശീലനമുണ്ട്. ഇതൊക്കെ എന്തിനാണ്? നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ അറിവ് നേടിയാൽ മാത്രം പോരാ. ഏറ്റവും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന അഭിമാനമുള്ള, ധൈര്യമുള്ള, ഏത് പ്രതികൂല കാലാവസ്ഥയും ചെറുക്കാനുള്ള, അവിടെ പിടിച്ചു നിന്ന് പൊരുതി ജീവിക്കാനുള്ള ഒരു ശേഷി നമുക്കുണ്ടാകണം.
ഇനി നീ ഏതെങ്കിലും ഒരു സ്റ്റുഡൻസിനെ ഉപദ്രവിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന അഭിമാനമുള്ള ധൈര്യമുള്ള ഏതു പ്രതികൂല കാലാവസ്ഥയും ചെറുക്കാനുള്ള അവിടെ പിടിച്ചു നിന്ന് പൊരുതി ജീവിക്കാനുള്ള ഒരു ശേഷി നമുക്കുണ്ടാകുന്നത്. അതിനുവേണ്ടി കൂടിയാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ കാലഘട്ടം